നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ വന്ദേ ഭാരതിൻ്റെ സ്പീഡ് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. സ്പീഡ് മാത്രമല്ല, ട്രെയിനിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കൂടി കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതായത് അദ്ദേഹം ഒരു വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുകയാണ്. ആ വന്ദേ ഭാരതിൻ്റെ സ്പീഡ് ആ വീഡിയോയിൽ നമുക്ക് കാണാം. ഒപ്പം തന്നെ അദ്ദേഹത്തിനടുത്ത് ഒരു ഗ്ലാസ് നിറയെ വെള്ളം, നിറഞ്ഞ് തുളുമ്പാറായി നിൽക്കുന്ന വെള്ളം അതിനകത്ത് എടുത്തു വച്ചിട്ടുണ്ട്. ട്രെയിൻ ഒട്ടും കുലുക്കമില്ലാതെ ഈ 180 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിൽ ഉള്ളത്. അതായത് അത്രമാത്രം വേഗത നമ്മൾ ആർജിച്ച് കഴിഞ്ഞിരിക്കുന്നു. 180 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ നോർമൽ ട്രാക്കിലൂടെ വന്ദേ ഭാരത് ഓടുന്നു. അപ്പോഴും ട്രെയിനിനൊരു കുലുക്കവുമില്ല. അത് ഭാരതം നേടിയ സാങ്കേതിക വിദ്യയുടെയും പുരോഗതിയുടെയും ഒക്കെ അടയാളം, ഭാരതത്തിൻ്റെ ഒരു നേട്ടം എന്ന നിലയിലാണ് മന്ത്രി ആ വീഡിയോ പങ്കുവച്ചത്. അത് തീർച്ചയായും ഭാരതീയരെല്ലാം ആ വീഡിയോ ഏറ്റെടുക്കുകയും വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹം കേന്ദ്ര സർക്കാരിന് വരികയും ചെയ്ത ഒരു വീഡിയോ ദൃശ്യമായിരുന്നു. പക്ഷേ ഇതിനെതിരെ വിമർശനവുമായി ആ വീഡിയോയിൽ തന്നെ പലരും വന്നിട്ടുണ്ട്. അതായത് ചൈനയിൽ ഈ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ഓടുന്നത് 700 km/h എന്ന വേഗതയിലാണത്രേ. നമ്മളിപ്പോൾ വെറും 180 കിലോമീറ്റർ വേഗത ആർജിച്ചതിന് ശേഷം അതിനെ വലിയ എന്തോ ഒരു സംഭവമായി ഉയർത്തി കാണിക്കുകയാണ്, നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വനി വൈഷ്ണവിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനുമൊക്കെ എതിരെ വലിയ ശാസ്ത്രജ്ഞന്മാർ വന്ന് വിമർശനങ്ങൾ ചൊരിയുന്നുണ്ട്. ഇവരെല്ലാം സ്വാഭാവികമായിട്ടുള്ള മോദി വിരുദ്ധരാണ്. ഭൂരിഭാഗവും കമ്മികളാണ്. അതോടൊപ്പം തന്നെ ചില സുഡാപ്പികളും കോൺഗ്രസ്സുകാരും ഒക്കെയുണ്ട്. ഇവരാണ് ഇത്തരത്തിൽ ഈ ചൈന നേടിയ 700 കിലോമീറ്റർ വേഗത എന്ന ഒരു കാര്യത്തെ മഹാസംഭവമാക്കുകയും സ്വന്തം രാജ്യം നേടിയ നേട്ടത്തെ ഇകഴ്ത്തി കാണിക്കാനും ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഇവരുടെ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാകും. ചൈന 700 കിലോമീറ്റർ സ്പീഡ് ആർജിച്ചു. അതൊരു പരീക്ഷണ ഓട്ടത്തിൽ മാത്രമാണ്. ചൈനയിലെ ട്രെയിനുകളെല്ലാം 700 കിലോമീറ്റർ വേഗതയിലല്ല ഓടുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ട്രെയിൻ ചൈന അത്തരത്തിൽ 700 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ച് ഒരു പരീക്ഷണം നടത്തിയെന്ന് മാത്രം. ആ വേഗതയിൽ ചൈനയുടെ ട്രെയിനുകൾ ഓടാൻ ഇനിയും കുറച്ച് സമയമെടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നിലവിൽ ചൈനയുടെ ഏറ്റവും വേഗതയുള്ള ട്രെയിൻ ഓടുന്നത് 450 km/h എന്ന വേഗതയിലാണ്. മണിക്കൂറിൽ 450 കിലോമീറ്റർ ദൂരമാണ് ചൈനയുടെ ഏറ്റവും വേഗതയുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുമായി താരതമ്യം ചെയ്യുമ്പോഴും ഈ 180 എന്നുള്ളത് അത്ര മനോഹരമായി ഇവർക്ക് കാണാൻ സാധ്യതയില്ല. പക്ഷേ ചൈന എന്നു മുതലാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചു തുടങ്ങിയത്? ചൈന എന്നു മുതലാണ് ഒരു വളർച്ചയുടെ കുതിപ്പിലേക്ക് കടന്നത്? 1970-കൾ മുതൽ തന്നെ ചൈന ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെ വലിയ വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു 1970-കളിൽ. ആ സമയത്ത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ദരിദ്ര രാജ്യം മാത്രമായിരുന്നു. കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ലൈസൻസ് രാജുള്ള ഒരു കാരണവശാലും ഭാരതത്തിന് വളരാൻ സാധിക്കാത്ത തരത്തിലുള്ള നയങ്ങൾ ഒക്കെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോയിരുന്ന, വളരെ ചെറിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു ദരിദ്ര രാജ്യമായിരുന്നു ഇന്ത്യ ആ സമയത്ത്. അത് 2014 വരെയും അത് തന്നെയായിരുന്നു. 1990-കളിലൊക്കെ ആഗോളവൽക്കരണവും ലിബറലൈസേഷനും ഒക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയെങ്കിലും അതിനെ വളർച്ചയുടെ പാതയിലേക്ക്, രാജ്യത്തെ ഒരു വൻ സാമ്പത്തിക ശക്തികളുമായി മത്സരിപ്പിക്കാനുള്ള ഒരു കുതിപ്പിൻ്റെ അരികിലെത്തിക്കാനൊന്നും ആ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും ഒന്നും സാധിച്ചില്ല. പക്ഷേ സാമ്പത്തിക പരിഷ്കരണങ്ങൾ അന്ന് തുടങ്ങിയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2014 മുതലാണ് ലോകശക്തിയായി നമുക്കും വളരാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ വളർച്ച തുടങ്ങിയത്. ചൈന 50-55 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 450 കിലോമീറ്റർ സ്പീഡ് എന്ന വേഗത ആർജിച്ചത്. ഇന്ത്യയിലാകട്ടെ 12 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു പ്രവർത്തനം ഇന്ത്യയിൽ നടന്നു തുടങ്ങിയിട്ട്. 2014 മുതലാണ് ഇന്ത്യ ആ തരത്തിൽ മത്സരക്ഷമമായ ഒരു പ്രകടനം കാഴ്ചവെച്ചത്. അടുത്ത വർഷം മുതൽ ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയാണ്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്പീഡ് 350 കിലോമീറ്ററാണ് എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള, അല്ലെങ്കിൽ ചൈനയുടെ വേഗതയേറിയ ട്രെയിനിൻ്റെ ഏതാണ്ട് ഒപ്പം എത്തിക്കഴിഞ്ഞു നമ്മുടെ ട്രെയിനും. 50-55 വർഷം കൊണ്ട് അവർ നേടിയ നേട്ടം നമ്മൾ 12 വർഷം കൊണ്ട് നേടിയിരിക്കുന്നു. ഈ പറയുന്ന 50 വർഷം കഴിയുമ്പോൾ തീർച്ചയായും ചൈനയുടെ വേഗതയെ മറികടക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് സമകാലിക യാഥാർത്ഥ്യം. ചരിത്ര വസ്തുതകൾ
കണക്കുകൾ ഇതെല്ലാം കൃത്യമായി അപഗ്രഥിച്ച് പരിശോധിച്ചാൽ തീർച്ചയായും നമ്മുടെ വളർച്ചയുടെ മഹത്വം തീർച്ചയായും നമുക്ക് അത് അറിയാൻ സാധിക്കും. പക്ഷേ ചങ്കിൽ ചൈന വയ്ക്കുകയും ചങ്കിൽ നിന്ന് ഇന്ത്യ എടുത്തു കളയുകയും ചെയ്തതിന് ശേഷം ചിന്തിച്ചാൽ ചൈനയായിരിക്കും ഏറ്റവും വേഗതയിൽ ട്രെയിൻ ഓടിക്കുന്ന രാജ്യം. അവിടെ 700 കിലോമീറ്റർ എന്ന ഒരു പരീക്ഷണം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ 150 കിലോമീറ്ററിൽ നമ്മുടെ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബുള്ളറ്റ് ട്രെയിൻ 350ലേക്ക് ഓടാൻ പോകുന്നു. ഇത് നമ്മൾ ആർജിച്ചെടുത്തത് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ്. അതായത് ചൈന എടുത്തതിലും പകുതി സമയം കൊണ്ടാണ് നമ്മൾ ഈ വേഗതകളും ഈ നേട്ടങ്ങളും ഒക്കെ ആർജിച്ചിരിക്കുന്നത്. ഈ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ഒക്കെ ഭീഷണിയായി അല്ലെങ്കിൽ അവരെ മറികടന്നുകൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ GDP രാഷ്ട്രമായി ഇന്ത്യ മാറാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നിർണായകമായ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.